അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു കാർഡ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ടോട്ടൽ ഓർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ടോട്ടൽ റവന്യൂ കൊടുക്കണം, ടോട്ടൽ ഓർഡേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഓർഡേഴ്സ് ആണ് നമ്മൾ ആ കാർഡിന്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് കളർ മാറ്റാം, അല്ലെങ്കിൽ ഫോണ്ടിന്റെ സൈസ്, ബാക്ക്ഗ്രൗണ്ട് കളർ, അതൊക്കെയാണ് ഇതിലും പറയുന്നത്. അതൊക്കെ എങ്ങനെ മാറ്റാം, നമ്മൾ എന്താ ഫോർമാറ്റ് എന്ന് പറയുന്ന ആ ഒരു ബോക്സ് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം മാറ്റിയത്. പിന്നെ റീനെയിം ടു റവന്യൂ എന്ന് പറയുന്നത് ആ ഒരു സോറി, ഇതല്ല. ഓക്കെ, കണ്ടോ, ഇവിടെ ടോട്ടൽ ഓർഡേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പം ആ ഓർഡേഴ്സ് മാത്രം ആക്കണമെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക. കണ്ടോ, ഫീൽഡ്സിൽ ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ട് പേരെന്താന്ന് വെച്ചാൽ മാറ്റിയാൽ മതി. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഇപ്പൊ ഈ കാർഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കാർഡ് നമുക്ക് ഒരൊറ്റ ഷേപ്പിലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഷേപ്പിൽ ഈ കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇൻസേർട്ടിൽ പോവാ, അവിടെ ഷേപ്സ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു ഷേപ്പ് സെലക്ട് ചെയ്തു. ദെൻ ഞാൻ ഇതിന്റെ കളറും ബ്ലാക്ക് ആക്കി കൊടുക്കാണ്. എക്സ്പാൻഡ് ഓൾ കാറ്റഗറീസ് ഫോർമാറ്റിൽ ചെന്നിട്ട് എക്സ്പാൻഡ് ഓൾ കാറ്റഗറീസ് കൊടുക്കുമ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് ബ്ലാക്ക് കൊടുത്തു. ദെൻ ഞാൻ ഈ ഒരു കാർഡിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ഒരു ഷേപ്പിൽ കിട്ടി. പക്ഷെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ എന്താ, ആ വാല്യൂ താഴെ പോയേക്കാണ്, ഷേപ്പ് മുകളിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യം ഷേപ്പ് ചെയ്തിട്ട് കാർഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ എന്താ, ജസ്റ്റ് ആ ഒരു കാർഡ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇടാണെങ്കിൽ കണ്ടോ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കിടക്കും. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ ഒരുമിച്ച് കിടന്നില്ല. ഇനി നമുക്ക് ഇതിനെ ഒരുമിച്ച് ഡ്രാഗ് ചെയ്തിടണം. ഇപ്പൊ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരെണ്ണം മാത്രമല്ലേ പോകുന്നുള്ളൂ. ഇതിനെ നമുക്ക് ഒന്നാക്കണം. അപ്പൊ നമ്മളിത് രണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർമാറ്റിൽ ചെന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് ഡ്രാഗ് മീൻസ് എവിടേക്ക് വേണമെങ്കിലും ഡ്രാഗ് ചെയ്തിടാം. ഒരുമിച്ചേ വരുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ടോട്ടൽ റവന്യൂ ആഡ് ചെയ്യണം. അതായത് ഈ സെയിം കാർഡ്, ഇങ്ങനെ ഒരു കാർഡ് ടോട്ടൽ റവന്യൂ വേണം, ടോട്ടൽ പ്രോഫിറ്റ് വേണം, ടോട്ടൽ ഓർഡേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്താണ്, റിട്ടേൺ റേറ്റും വേണം. അപ്പം ഇത് മൂന്നും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ടോട്ടൽ റവന്യൂ ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ വീണ്ടും കാർഡ് യൂസ് ചെയ്ത് ഫോണ്ട് മാറ്റി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഷേപ്പ് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ സെയിം തന്നെ വേണമെങ്കിൽ ജസ്റ്റ് എന്താ, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക ആദ്യം. ദെൻ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ടോട്ടൽ റവന്യൂ ആണ് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്താ, ഫീൽഡ്സ് ഓൾറെഡി ഓർഡേഴ്സ് ആണ് കിടക്കുന്നത്. ഇനി എന്താ, നമുക്ക് ഈ ഫീൽഡ്സ് മാത്രം മാറ്റിയാൽ പോരെ. ടോട്ടൽ റവന്യൂ ആ ഒരു ഫീൽഡ് മീൻസ് ആ ഒരു വാല്യൂ മാത്രം മാറ്റിയാൽ പോരെ. ലൈക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കളറും ഒന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ. സെയിം ഫോർമാറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ വാല്യൂ മാത്രം മാറ്റിയാൽ പോരെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, പ്രോഫിറ്റ് കാണണം. വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ എന്താ, വാല്യൂന്റെ അവിടെ ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി എന്താ കാണേണ്ടത്, റിട്ടേൺസ് റേറ്റ് ആണ്. ദെൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക, കാർഡ് സെലക്ട് ചെയ്യുക. ദെൻ എന്താ, റിട്ടേൺസ്. ഓക്കെ, റിട്ടേൺസ് റേറ്റ് ഇപ്പൊ കിട്ടിയില്ലേ. ഇനി ഇതിനെ നമുക്ക് എന്താ, ഒന്ന് ഓർഡറിലാക്കണം ജസ്റ്റ് അതിനെ സൈസ് ചെറുതാക്കിയിട്ട് നാലും ഒരേ ഇതിൽ വരണ പോലെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഗ്രൂപ്പ് ബൈ. ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, ഇതിലെന്തോ പ്രശ്നം വന്നിട്ടുണ്ട്.